എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 105 ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ഭഗവത് വിഗ്രഹ നിർണയം. ക്ഷേത്രങ്ങളേവം ചമച്ച് കഴിഞ്ഞപ്പോൾ പാർത്ഥലേശൻ അതിഖിന്നത പൂണ്ടുതേ. ക്ഷേത്രപ്രതിഷ്ഠകൾക്കായുള്ള വിഗ്രഹം തീർത്തുകൊള്ളേണ്ടും വിധങ്ങൾ തോന്നിയിടാതെ ആർത്തരായിടിനാർ ശില്പീവരന്മാരും പാർത്ഥിവ ശ്രേഷ്ഠനും ആചാര്യപാദരും. ഏതു പ്രകാരമെന്നേതുമേ കാണാതെ ഏവരും ചിന്തയിൽ മുങ്ങി നിന്നിടിനാർ. അന്നേരമെത്തി അവിടത്തിൽ വന്ദ്യനാം അഞ്ജന ശാസ്ത്രജ്ഞനാകും ഒരു പുമാൻ കഞ്ചവിലോചനൻ അയ്യപ്പദേവന്റെ മഞ്ജുള വിഗ്രഹം അഞ്ജനത്തിൽ കൂടി പങ്കവിഹീനനാം ഭൂമിവൻ കാണുവാൻ അഞ്ജനാകാരനും മോദിനാൻ മെല്ലവേ. അഞ്ജനം കൂട്ടി അതിലേക്കു നോക്കുവാൻ അഞ്ജസാ കൽപ്പിച്ച നേരത്തു മന്നനും കഞ്ചവിലോചനൻ തന്നെയുള്ളം ചേർത്ത് അഞ്ജനക്കൂട്ടിലെ കക്ഷിയയച്ചപ്പോൾ അഞ്ജസാ കണ്ടുള്ള കാഴ്ചകളൊക്കവേ ആശ്ചര്യചിത്തനായി തീർത്തുവെന്നോതുന്നേൻ. അക്ഷികൾ കൻപോട് വിസ്മയം നൽകിയ അത്ഭുത ഭാവങ്ങൾ ചൊല്ലിയിടുന്നേനഹം. പട്ടബന്ധം ചേർത്ത് ചിന്മുദ്രയോടൊത്ത് കുഷ്ഠമോദം പൂണ്ട് അയ്യപ്പസ്വാമിയും ഊർധപത്മാസനം തന്നിൽ രമിപ്പത് ആർത്തിയോടെ കണ്ടു പാർത്തല നായകൻ. എണ്ണമറ്റ സംഖ്യമായി നഷ്ടരൂപം പൂണ്ട് ദണ്ഡവിഹീനന്റെ മൂർത്തികൾ കണ്ടതേ. ശ്രീ പരബ്രഹ്മന്റെ അസ്ത്രങ്ങൾ ദണ്ഡുകൾ എണ്ണമില്ലാതെ അരജനം കണ്ടപ്പോൾ കണ്ണുനീർ വാർത്തു വിതുമ്പിനാൻ മനവൻ തന്മനം തന്നിലെ ഭക്ത്യാദരങ്ങളാൽ. തീപിടുത്തങ്ങളും ശിഷ്ടാവശിഷ്ടവും ഭൂപനെയാകവേ കോരിത്തരിപ്പിച്ചാൻ. കൃത്യമായി നോക്കുമ്പോൾ ശാന്തഗംഭീര്യാദി വ്യക്തമാം ഭാവങ്ങളും മഹാമൂർത്തിയിൽ കാരുണ്യഭാവേന ഭക്തരെ നോക്കുന്ന കാരുണ്യഭാവങ്ങളും കണ്ടു മന്നവൻ. ഭക്തദാസൻ സദാ മുക്തിപ്രദായകൻ മുക്തവിലോചനൻ തന്നെയും കത്തുന്ന അഗ്നി മധ്യത്തിലായി കണ്ടാനർജനം അയ്യപ്പ പാഹിമാമെന്നു ജപിച്ചു പോയി. പാവഭക്തരെ കുടുങ്ങുന്ന ക്ഷേത്രങ്ങൾ ദേവസ്വരൂപങ്ങൾ ചുരുകിയ വിശിഖങ്ങൾ ഏവം അസംഖ്യമായി കണ്ടു സവിസ്മയം ഭൂപനും അഞ്ജനജ്ഞാനിയോടോതിനാൻ. ധന്യമതേ മമ സന്ദേഹം അൻപോട് വന്ദ്യനാകും ഭവാൻ നീക്കി തുണയ്ക്കണേ. എന്തുപോലിത്രയാം ഭൂദേശരൂപങ്ങൾ ചന്തവിഹീനമായി കാൺമതിൻ ഹേതുക്കൾ എന്തിനായിട്ടിത്ര വിസ്മയകാര്യങ്ങൾ തമ്പുരാനെ ഭവാൻ കാണിച്ചു കൊള്ളുവതും. പന്തള രാജന്റെ വിസ്മയം കേട്ടുടൻ അഞ്ജന ശാസ്ത്രജ്ഞനും മുതാ ചൊന്നാനപ്പോൾ ഭൂപതേ നിന്നെ കണക്കുള്ള മന്നവർ എത്ര പേർ പന്തളം വാണമെന്നോതുവാൻ ശക്തിയില്ലാതെ മരുവും അനന്തനും ശക്തിസ്വരൂപന്റെ ലീലഹേതുക്കളാൽ മുന്നം കലിയുഗം തോറും ഓരോ ധന്യമന്നവർ പന്തളം വാണിരുന്നോരെല്ലാം അന്നന്ന് താരക ബ്രഹ്മത്തിനായി നല്ല പുണ്യക്ഷേത്രങ്ങൾ പണി ചെയ്തു പോന്നവ. കാലപ്രവാഹത്തിൽ അയ്യപ്പവാണി പോലെ ഓരോന്നുമായി കാൺമതും മന്നവ. മേലിലും എന്നതും ഇതുപോലെയാകുന്നു താരക ബ്രഹ്മത്തിൻ ലീലാവിലാസങ്ങൾ. എത്ര കലിയുഗം പിന്നിട്ടിട്ടുണ്ടെന്നാൽ അത്രയും ക്ഷേത്രങ്ങളും ശിഷ്ടമങ്ങ ഭക്തിമാനാകും നിനക്ക് കാൺമാൻ ഭാഗ്യം സത്യനാഥൻ കനിഞ്ഞിന്ന മഹാമതേ. വർത്തളവുമായി കാലഘട്ടം ഭ്രമിക്കുമ്പോൾ ശക്തനാകും മാമക ദൈവം കനിയുമ്പോൾ ഒന്നിനും അന്ത്യമില്ലാതെയും വന്നുപോം. ഒന്നുപോലും പുതുതായും ഭവിക്കില്ല. ഓർക്കയിലെല്ലാം പരബ്രഹ്മലീലകൾ ഓർക്കടോ ഭൂപതേ അയ്യപ്പ വൈഭവം. 4 യുഗങ്ങളും പിന്നെയും പിന്നെയും ലീലയാ ശ്രീഭൂതനാഥൻ നടത്തുമ്പോൾ ഭൂലോകരക്ഷയ്ക്കൊരേകമാലയമാകുന്നു നാഥന്റെ ആലയം മന്നവ. തീരാത്ത ദുഃഖങ്ങൾ സന്തതമേറിടും മാനവർ ആധിയിലേറെ തവിച്ചുവും മാനവ മാനസതാപം കെടുത്തുവാൻ മന്നവ ഭൂലോക ശ്രീലകമീ കോവിൽ. താരക ബ്രഹ്മത്തിൻ ശക്തി വിശേഷങ്ങൾ തോരാതെ മാനസം തന്നിൽ വിചാരിച്ച് പാരമതീവ ഭക്ത്യാദരാമോദങ്ങൾ പൂവിൻ്റെ ഉള്ളവുമേറി നിറഞ്ഞതേ. പാരാതെ പാണ്ഡ്യനും അഞ്ജനജ്ഞാനിയോട് സാദരം ചോദിച്ചു വന്ദ്യൻ മഹാമതേ. ശക്രന് ഞാനുമായുണ്ടായ സങ്കരം തക്കത്തിലിപ്പോൾ അവിടുന്നറിയുവാൻ തക്കതായുണ്ടായ മാർഗങ്ങളും ഭവാൻ അത്തലകറ്റിടാൻ ഇന്ന് ചൊല്ലേണമേ. ശ്രീഭൂതനാഥനാം സർവേശനല്ലാതെ ഭൂതലെ മറ്റുള്ള മനുഷ്യരാരുമേ ഇന്ദ്രനും ഞാനുമായുണ്ടായ സങ്കരം ഇന്നിയോളം അറിഞ്ഞില്ലെന്ന് ചൊല്ലുന്നേൻ. അങ്ങനെ എത്രയും ഗുഹ്യമാ സംഗതി എങ്ങനെ ധന്യ ഭവാൻ അറിഞ്ഞോ വിഭോ. വിത്രസ്തനാം മമ ഉത്സാഹഹീനത്വം ഉത്തമനാം ഭവാനാകെ കളഞ്ഞുടൻ എത്രയും മോദാൽ അനുഗ്രഹിച്ചിടണേ.
ഉൾപ്രമോദങ്ങൾ കനിഞ്ഞു നൽകിയിടണേ. ഇത്രലോകേശന്റെ മൂർത്തി പ്രതിഷ്ഠയ്ക്ക് എത്രയും മംഗളമെല്ലാം കനിയണേ. ശ്രീഭൂതനാഥന്റെ ദാസനാമെന്നെയും എത്രയും ഭാരം അനുഗ്രഹിച്ചിടണേ. മംഗളരൂപനെ ആനന്ദരൂപനെ നിൻപാദ പങ്കജം സന്തതം കൈതൊഴാം. വീരേന്ദ്രാധിപൻ പ്രാർത്ഥിച്ചത് കേട്ട് ജാതം മോദം വശികാരൻ കരങ്ങളെ ഭൂപതി വീരന്റെ ഉത്തമാംഗം ചേർത്ത് പ്രീതനായി ചെന്നാൻ ഭൂപതിയോടുടൻ. കേളടോ ഭൂപതേ, അയ്യപ്പ പാദങ്ങൾ സേവിച്ച് വാഴും ഭൃഗുരാമനാമഹം. ഭാർഗവ ക്ഷേത്രം ചമച്ച് വിപ്രന്മാർക്ക് ഭാസുരമായി ദാനമേകിയ ഭാർഗവൻ. ആക്കമോടെ മമതാരക ബ്രഹ്മത്തിൻ്റെ ആജ്ഞാനുവർത്തിയായി കേരള മണ്ണിങ്കൽ അഷ്ടാദശങ്ങളാം അയ്യപ്പ ക്ഷേത്രങ്ങൾ പുഷ്ടമോദന ചമിക്കുവാനായഹം. തുഷ്ട്യാവൃതം ചെയ്തു പോരും മഹാമതേ വിഷ്ണവേശൻ വസിച്ചിടും അവകളിൽ. 18 ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ശ്രേഷ്ഠമോ 18 സോപാനം ഉള്ളൊരു ആലയം. 18 നൽപ്പഴി കാൺകിൽ താണ്ടുകിൽ 18 പൊരുൾ ഭംഗിയാകനീമേ. അൻപോട് ദേവാ പ്രതിഷ്ഠ നടത്തുവാൻ തമ്പുരാൻ മൂർത്തിയെ തീർപ്പിച്ചു കൊൾകിടോ. ശാന്തസ്വരൂപനായി സൗന്ദര്യധാമമായി ശാന്തമായി ഗാംഭീര്യഭാവം തുടിക്കുന്ന ശാന്തസ്വരൂപന്റെ ദക്ഷകരത്തിനാൽ ചാരുവാൻ ചിന്മുദ്ര ഭക്തർക്ക് കാട്ടി. മുട്ടിന്മേൽ വാമകരം നീട്ടി വെച്ചൊഴും ദുഷ്ട്യാ തപസിങ്കൽ വാഴും ഭഗവാന്. ശ്രീമതാമാര്യമായ ശ്രീപട്ടഭദ്രയും ചേലോട് ഭൂഷണമാക്കിയും ചിട്ടയിൽ ഊർദ്ധപത്മാസനെ ധ്യാനിക്കും ചിന്മയൻ. ശാശ്വത ബ്രഹ്മത്തെ മഷിയിൽ കണ്ടപ്പോൾ ശ്വാസതാകാരൻ്റെ മൂർത്തി ചമയ്ക്കടോ. ശാശ്വതമായി വരാൻ ശ്രീയുലകങ്ങളിൽ കാലകാലാത്മജനായി പിറന്ന ഒരു താരക ബ്രഹ്മമാം അയ്യപ്പ ദൈവവും ഘോരമാമാരണ്യ കോവിലിൽ സന്തതം ധ്യാനത്തിൽ വാഴുമേ ഭക്തർക്ക് ദാസനായി. കാലം കലവു നരർ രാഗമോഹങ്ങളിൽ കാതലായി കയറി വശം കെട്ടുമേയുമ്പോൾ ലോകനാഥൻ മമ താരക ദൈവതം കാഠിന്യമായി തപസ്സിൻ വാണുമിടുമേ. ലോകങ്ങൾ പാലിപ്പാൻ ലോകരെ പാലിപ്പാൻ കാലപാശൻ ലേശമേശാതിരിക്കുവാൻ ജീവികൾക്കെല്ലാം സുഖാനന്ദമേകുവാൻ ലോകലോകേശൻ തപസാരമിപ്പതും. കാലദോഷം വൃഥായേശാതിരിക്കുവാൻ ജീവനാഥനിധി ധ്യാനങ്ങളാളുകൾ ലോകരെ നമ്മൾക്ക് ഭാഗ്യം ഇതിൽ പരം ജീവിതാവധവും ലഭിച്ചിടുവാനാവതോ. താരക ബ്രഹ്മം ഭജിക്കുന്നരന്മാർക്ക് മാരണൗഖങ്ങൾ വന്നേൽക്കയുമില്ലടോ. ശ്രീ മഹാ അയ്യപ്പ ദൈവത പ്രീതിക്ക് ശ്രീകരമാക്കുവിൻ മാനവകർമ്മങ്ങൾ. ശ്രീകരമാവാത്ത കർമ്മം നരർ ചെയ്യിൽ ശ്രീഭൂതനാഥനും അപ്രിയമായി വരും. ശ്രീപതി തന്നെ ദാസനാം ഭൂപതേ ശ്രീനിധിയാകും ഈ ദേവക്ഷേത്രത്തിങ്കൽ. ആരുപോൽ ദേവഹിതങ്ങൾ അനുഷ്ഠിക്കുന്നേരിൽ അവർ തന്നെ അയ്യപ്പ ഭക്തന്മാർ. 3 മൂർത്തി പൊരുളായിടും അയ്യപ്പദേവന്റെ വിഗ്രഹ നിർണയം. ഇങ്ങനെ ഭംഗേരുൾ ചെയ്ത താപസി രാമനെ തിങ്ങനെ ഭക്തിയാ നമിച്ചു മഹാരാജൻ. മംഗളരൂപന്റെ ചാരു രമ്യാകൃതി ഭംഗിയാ ശ്രവിച്ചുടൻ ഭക്തരായി മുക്തരായി മംഗളമാളുവാൻ മറ്റുള്ളവർകളും ഭാർഗവരാമന്റെ പാദങ്ങളിൽ വീണാർ. കാലമെല്ലാറ്റിലും ലോകമെല്ലാറ്റിലും ജാലവേ ആനന്ദമേകുന്ന വാക്ഷരി ഉറ്റഹീനം മഹാഭക്തിയാ ജപിച്ചവർ ഏറ്റവും പ്രീത്യാ മറഞ്ഞിതു ഭാർഗവൻ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.